ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കേരള PSCയെ കുറിച്ചാണ്, അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്കറിയാം, ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ, കേരളത്തിൽ നമുക്ക് സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ കേരള PSC വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ രേഖകളാണ് നമുക്ക് ആവശ്യം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അവരുടെ ഒരു ഫോട്ടോ വേണം, പിന്നെ ഒരു സൈന് വേണം, അതുപോലെ തന്നെ അവരെല്ലാ ക്വാളിഫിക്കേഷൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം, ആധാർ കാർഡ് വേണം, പിന്നെ ഒരു മൊബൈൽ നമ്പർ വേണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേര് അതുപോലെ ആയിരിക്കണം നിങ്ങളെ ആധാർ കാർഡിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെ പേര്, ഉദാഹരണം എൻ്റെ പേര് അബ്ദുൽ സലാം വി എന്നാണ്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അബ്ദുൽ സലാം വി എന്നുണ്ട്. എൻ്റെ ആധാറിൽ അബ്ദുൽ സലാം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ PSC രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം. അതെന്തിനാണ് സർക്കാർ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം, അഥവാ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സർക്കാർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് പല ആളുകളും ഒരു രജിസ്ട്രേഷൻ ചെയ്യും, അതിൻ്റെ യൂസർ നെയിമോ പാസ്വേഡോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേറെ രജിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിന് ഇത് ഇദ്ദേഹം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യാണ്, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, നമ്മളെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള, അല്ലെങ്കിൽ നമ്മളെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ ആയിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആധാറുമായിട്ട് നമ്മൾ പ്രൊഫൈൽ ലിങ്ക് ചെയ്യുമ്പോൾ ആധാറിൽ ഉദാഹരണം പറയാം ഇനീഷ്യൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ലിങ്ക് ആവില്ല. നമുക്ക് PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ PSC രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ PSC രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ, അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ ആധാറും SLC സർട്ടിഫിക്കറ്റും ഒക്കെ ഒന്ന് എടുത്തു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പേരിലോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇനീഷ്യൽ ചേർത്തിട്ടില്ലേ ഒക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യുക. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ആധാർ എന്ന സെൻറ്ററിൽ പോയിട്ട് നമ്മളെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പോലെ ആധാറിൽ തിരുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ PSC വൺ ടൈം ചെയ്യുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരം ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്